ഇപ്പോൾ നിങ്ങളുടെ ഹർജി അല്പസമയത്തിന് മുമ്പ് ഹൈക്കോടതി പരിഗണിച്ചു. ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യം, എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നത് എന്നാണ്. ഇപ്പോ എനിക്ക് അന്വേഷണത്തെ ഭയക്കേണ്ട കാര്യം എനിക്കില്ല. ഇതിപ്പോ ഇങ്ങനെ ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞു തരാം. ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ ശിവന്റെ അമ്പലത്തെ കളങ്കപ്പെടുത്തിയതില് അതിനുള്ള ഉത്തരം കൂടെ എനിക്കറിയണം. ഈ മറ്റുള്ളവർ എന്തിനാണ് ഈ ഭഗവാൻ ശിവശങ്കരന്റെ അമ്പലത്തെ കളങ്കപ്പെടുത്താനായിട്ട് വന്നത്? അതൊരു മുറിവേൽപ്പിക്കും പോലെയല്ലേ ആയത്? അതുമായിട്ട് ഹിന്ദു ആചാരം അനുസരിച്ച് ഹിന്ദു സന്യാസിയാവാനായിട്ട് ആഗ്രഹിച്ച എൻ്റെ അച്ഛൻ ആ സമാധിയായ സ്ഥലത്ത് വന്ന് ഹിന്ദുത്വത്തെ വ്രണപ്പെടുത്തുക എന്നതാണ് അവർ ചെയ്തിട്ടുള്ളത്. കോടതിയെ അംഗീകരിക്കുകയല്ല. അതാണ് അവിടുത്തെ ഞാൻ തീർച്ചയായിട്ടും കോടതിയെ നിയമങ്ങളെ എല്ലാരെയും ഞാൻ മാനിക്കുന്നുണ്ട്. വളരെയധികം ബഹുമാനത്തോടെ തന്നെയാണ് ഞാൻ മാനിക്കുന്നത്. ഞാൻ ഇനി പറഞ്ഞു തരാം. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്ന ഞങ്ങള് ഫുൾ മീഡിയ ചാനലില് ഞാനും അനുജനും അമ്മയും അവരെല്ലാരും ഒരുമിച്ച് ചേർന്നിരുന്ന് സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് മീഡിയ ലൈവായിട്ട് വിട്ടിട്ടില്ല. അതിനെ എഡിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു ഓരോരുത്തർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. സർട്ടിഫിക്കറ്റ് ഉണ്ടോ അത് ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ, അതുണ്ടോ? ഞാൻ പറഞ്ഞു തരാം. ഓരോരുത്തർക്കും ഓരോ പ്രശ്നം വരുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളൂ. ഈ നാടിന്റെ നിയമം നമ്മൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരല്ലേ? നിങ്ങൾ പൗരനാണ്, ഞാനും പൗരനാണ്. നാളെ രാവിലെ എന്റെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്റെ മരണ സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ അത് ഞാൻ കൊടുക്കില്ല, അല്ലെങ്കിൽ എനിക്കതൊന്നും ബാധകമല്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, എന്റെ അച്ഛന്റെ മരണമല്ല അത്. എന്റെ അച്ഛൻ്റെ മരണമല്ല, എന്റെ അച്ഛൻ്റെ സമാധിയാണ്. ഹിന്ദു അച്ഛനെന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരമനുസരിച്ച് അച്ഛന് സമാധി. എത്രയോ സന്യാസി ശ്രേഷ്ഠന്മാർ ജീവിച്ചിരിക്കുന്ന നാടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്റെ അച്ഛൻ മരിച്ചതല്ല. എന്റെ അച്ഛൻ മരിച്ചതല്ല, എന്റെ അച്ഛൻ സമാധി ആയതാണ്. ഇപ്പോ ഞാനൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. ഇപ്പൊ ഒരു സാധാരണ ഒരു വീട്ടിലുള്ള ഒരാള് ഞാൻ സമാധിയായി എന്ന് പറഞ്ഞ് ഒരിടത്ത് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കാം, അതിൽ നിങ്ങൾക്ക് നോക്കാം. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ക്ഷേത്രം ഇവിടെ വന്നിട്ട് ഏകദേശം 30 വർഷത്തോളം പറയുന്നത് മനസ്സിലാക്കണം. ഒരാളെ കാണാനില്ല, സമാധിയാവട്ടെ മരണമാവട്ടെ, ഒരാളെ കാണാനില്ല. ആ കാണാനില്ല എന്ന കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഒരാൾ മിസ്സിംഗ് ആണ്. അപ്പോൾ അത് എവിടെയെന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്. അതുമായി അപ്പൊ നിങ്ങൾ പറയുന്നു ഈ കാണാനില്ല എന്ന് പോലീസ് പറഞ്ഞ കക്ഷി സമാധിയായെന്ന്. അപ്പോൾ അവിടെ അദ്ദേഹം ഉണ്ടോ, എന്താണ് സംഭവിച്ചത് എന്ന് അറിയണ്ടേ? അതിന് അവരുമായി പോലീസുമായി സഹകരിക്കേണ്ടതെന്നാണ് കോടതി ചോദിച്ചത്. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ആള് കാണാനില്ല എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് കാണാനില്ലെന്ന് പറഞ്ഞ ആളുടെ പേരെന്താ? ആ പേരെന്താ? അതാണ് ഗോപൻ സ്വാമി. അല്ല, വിശ്വംഭരൻ നൽകിയ പരാതിയാണ്. പരാതി അവിടെ ആയിക്കോട്ടെ. അല്ല, തിരിച്ചു വേറെ പരാതി എല്ലാം വിട്ടേക്കാം. ഇവിടെ ഒരാൾ ഉണ്ടായിരുന്നല്ലോ. ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോ ആളിനെ കാണാനില്ലെന്നല്ലേ പറഞ്ഞ പരാതി നൽകിയതാരാ? അല്ല, പരാതി വേണമെന്നില്ലല്ലോ. ഞാൻ അതാ ചോദിച്ചത്. ഈ ഹിന്ദുത്വത്തെ ഈ ഹിന്ദു അമ്പലത്തെ വ്രണപ്പെടുത്താനാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരാള് മിസ്സിംഗ് ആണ്, ആദ്യം തെളിയിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? മരണപ്പെട്ടതാണ് അല്ലെങ്കിൽ സമാധിയായതാണ്. ഇത് ലീഗലി തെളിയിക്കാനുള്ള എന്തെങ്കിലും സാധനം കുടുംബത്തിന്റെ കൈവശമുണ്ടോ? ഹൈക്കോടതി ചോദിച്ചിരിക്കുന്ന അതാണ്. മരണപ്പെട്ടു എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ കുടുംബത്തിന്റെ കയ്യിലുണ്ടോ? നിങ്ങളുടെ ഭാഷയിൽ അത് സമാധി ആയിക്കോട്ടെ, എന്താണെങ്കിലും ആയിക്കോട്ടെ, ആ വ്യക്തി ഇവിടെ ഉണ്ടോ? ഇല്ല. ഇത്രയും വർഷക്കാലം ജീവിച്ചിരുന്ന ഒരാൾ എവിടെയാണ്? അതാണ് ചോദ്യം. അവിടെ ഇരിക്കുന്നത് താങ്കളുടെ. ഞാൻ പറഞ്ഞത് ഇന്നലെ ഏഷ്യാനെറ്റിൽ നിന്നും 24 നിന്നും നൈറ്റ് ലൈവ് ഉണ്ടായിരുന്നു. അതിന് ഇപ്പൊ ആള് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ടൂളുണ്ട്, സ്കാനറില്ലേ, അതിൽ വെച്ച് ചെക്ക്. ഞാൻ പറഞ്ഞുതരാം, അത് തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റില്ല. ബോഡി ഉണ്ടോ എന്ന് മാത്രമേ കണ്ടെത്താൻ പറ്റൂ. കോടതി വിധി അംഗീകരിക്കുന്നുണ്ടോ?
എനിക്കത് ഫുള്ളായിട്ട് ഇപ്പോ അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധ്യമല്ല. അവ അന്വേഷണവുമായി തുടർന്ന് സഹകരിക്കില്ല. സമാധി അവരന്വേഷിക്കട്ടെ. അല്ല, അന്വേഷിക്കട്ടെ. സമാധി പൊളിച്ച് പരിശോധിക്കാൻ അനുവദിക്കില്ല. സമാധി അത് തുറന്ന് പരിശോധിക്കണമെന്നാണല്ലോ പോലീസിന്റെ ആവശ്യം. ഞാൻ പറഞ്ഞു തരട്ടെ ചേട്ടാ. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് എത്രയോ വർഷപ്പെട്ടുള്ള ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ആ പൂജാരി ഇത് എവിടെയെന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ മക്കളായിട്ടുള്ള എന്റെ ഇന്ത്യൻ ഞാൻ പറഞ്ഞുതരാം. അച്ഛന്റെ രണ്ട് മക്കളും പറയുന്നിട്ടുണ്ട്, അമ്മയും പറയുന്നുണ്ട്. ചേട്ടാ, ഹിന്ദു ആചാരം അനുസരിച്ച് അച്ഛന്റെ വാക്കുകളെ മക്കളത് തീർപ്പാക്കുന്നേ ഉള്ളൂ. അച്ഛന്റെ ആഗ്രഹം മക്കൾ നിറവേറ്റി പൂർത്തീകരിച്ചു എന്നാണ് ഇന്നലെ പറഞ്ഞത്. അതിലാണ് അവിടെയാണ് ചോദിച്ചില്ല. ചേട്ടാ, ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ സമാധി ആവണ ദിവസം നിങ്ങൾ തന്നെയാണ് എന്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രം മതി. എന്റെ കർമ്മങ്ങൾ നിങ്ങൾ തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങൾ ആരെ അറിയിക്കുകയോ ഈ സമയത്ത് ചേട്ടൻ വീട്ടിലുണ്ടായിരുന്നു? ഇല്ല, ഞാനിവിടെ ഇല്ല. ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എനിവേ കോടതിയുടെ ഡിസിഷൻ ലാ ആൻഡ് ഓർഡറിൽ വരുന്നതാണ്. അപ്പൊ അവർക്ക് ആ ഒരു തീരുമാനവുമായിട്ട് പോലീസിന് മുന്നോട്ട് പോവേണ്ടി വരും. അപ്പൊ അതിനോട് എന്ത് പറയുന്നു പ്രതികരണം? എന്റെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയ ആളിന്റെ പേരിന് കേസ് നടപടി എടുക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതായത് നാട്ടുകാർ വിളിച്ച് സ്റ്റേഷനിൽ കുറെ പേര് കംപ്ലൈന്റ് ചെയ്തെന്ന് പറഞ്ഞു. ആ കംപ്ലൈന്റ് ചെയ്തിട്ടുള്ള അവരുടെ മൊബൈൽ നമ്പർ, ആ ഡേറ്റിന്റെ ടൈം, ഇത് എടുക്കണം. അപ്പൊ ഇത് ആരാണ് കംപ്ലൈന്റ് ചെയ്തെന്ന് അറിയാൻ പറ്റും. ഇപ്പോ ഇത് പോലീസും പറയുന്നുണ്ട് നാട്ടുകാരാണ് സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പൊ വിളിച്ച ആളിന്റെ ഫോൺ നമ്പർ ഇതാരാണ് എന്ന് പുള്ളി സെർച്ച് ചെയ്യട്ടെ. അല്ല, അതിന്റെ ആവശ്യകത എന്താണ്? അതിന്റെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹിന്ദു ആചാര്യം അനുസരിച്ച് എന്റെ അച്ഛന്റെ ആഗ്രഹപ്രകാരം എന്റെ അച്ഛന്റെ സമാധി കർമ്മങ്ങൾ ഞാൻ പൂർത്തിയാക്കി. അപ്പോ ഇത് ആർക്കാണ് ഇത്ര ഈ ക്ഷേത്രത്തോട് ഈ ക്ഷേത്രത്തെ വ്രണപ്പെടുത്താനായിട്ട് ഇത് ആർക്കാണ് ആഗ്രഹം? ഈ മരണം അറിയാത്ത നിങ്ങളുടെ അയൽവാസിയല്ലേ ഇത് കൊടുത്തത്? ഈ സംഭവം അറിയാത്ത നിങ്ങളുടെ തൊട്ട് മേലുള്ള അയൽവാസി വിശ്വംഭരനാണല്ലോ ഈ പരാതി കൊടുത്തത്. അതെ. വിശ്വംഭരെ ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശ്വംഭരെ ഇപ്പൊ ഞങ്ങളുടെ ശത്രു ആയത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ വഴി ചോദിച്ചു. അതൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എങ്ങനെ തെളിയിക്കാം? കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ വന്നു. ഉള്ളിലുള്ളത് അച്ഛൻ സമാധിയായതിന്റെ പടമോ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും വീഡിയോയോ? കാരണം നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ചുമതലയാണ്. നിങ്ങളെയാണ് ഇപ്പൊ സംശയത്തിന്റെ നിലയിൽ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ആള് തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ ആളുകൾ അതാണ് പറയുന്നത്, ഇവിടെ ഇന്നലെ വരെ ജീവിച്ചിരുന്ന ഒരാൾ ഇപ്പൊ ഇല്ല എന്ന് പറയുമ്പോൾ അതിന് തെളിയിക്കാൻ കഴിയുന്ന തരത്തിൽ എന്തെങ്കിലും ഫോട്ടോയോ ദൃശ്യമോ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ? അതിന് കാലമാണ് നിങ്ങളുടെ അങ്ങനെ ഫോട്ടോസ് ഒന്നും എടുത്തു വെച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ അതിനെ പെട്ടെന്ന് അങ്ങനെ ഓർത്തിട്ടുമില്ല. ഒരച്ഛനെ നമ്മളെ വിട്ട് ഇങ്ങനെ ഭഗവാനിലെ ലയിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ആ പൂജാ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ മണിക്കൂർ നീണ്ട ഒരു പൂജാകർമ്മമായിരുന്നു. അത് അന്ന് ആലോചിക്കണം. ഇത്രയും സുഗന്ധദ്രവ്യങ്ങളും പൂജാ സാധനങ്ങളും വാങ്ങാനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ഇത്രയും മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂജാ കർമ്മങ്ങൾക്കിടയിലും ഒരാളെ പോലും അറിയിക്കാതിരുന്ന എന്തായിരുന്നു? ഞാൻ ആദ്യത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛന്റെ സമാധി ആകുന്ന സമയം രണ്ട് മക്കൾ തന്നെയാണ് അച്ഛന്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടതെന്ന് അച്ഛൻ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം അച്ഛന്റെ ആഗ്രഹ പ്രകാരം തന്നെ ഞങ്ങൾ കർമ്മം ചെയ്തിട്ടുണ്ട്. മറ്റാരും അറിയിക്കരുതെന്ന് പറഞ്ഞോ? സമാധി ചടങ്ങുകൾ കഴിഞ്ഞിട്ട് അറിയിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. സമാധി അറിയിക്കരുത്. താങ്കൾ പറഞ്ഞു ഹിന്ദു ഐക്യവേദി കൂടിയുണ്ട്. ഹിന്ദു ഐക്യവേദി പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ്. അതാണ്. അപ്പൊ അവര് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞത്. ഹിന്ദു ഐക്യവേദി എന്ന് പറയുമ്പോൾ ഞങ്ങളോട് അവർ ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് ശരിയും തെറ്റും അവര് നമ്മളടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട്. അത് അവർ മനസ്സിലാക്കും. ഹിന്ദു ഐക്യവേദി ഹിന്ദു സംഘടനകളും ഞങ്ങളോടൊപ്പം ഉണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, അതായത് കോടതി എന്താണോ പറഞ്ഞത് അതിനനുസരിച്ച് പോട്ടെ. ഇല്ല, അങ്ങനെ ഒരിക്കലും അവര് പറയില്ല. ഹിന്ദു ഐക്യവേദിയുടെ ആള് തന്നെയാണ് ഇതിന്റെ വ്യക്തമാക്കിയതാണ്. പിന്നെ അങ്ങനെയായിട്ട് വരാനുണ്ട്. നിങ്ങൾ മാറ്റി പറയുന്നത് പേരൊന്നുമില്ലേ ഹിന്ദു ഐക്യവേദിയിൽ ആരാണ്? ഇനി കോടതി നിർദ്ദേശപ്രകാരം
പോലീസ് വന്നാലും സമാധിയിൽ തൊടാൻ അനുവദിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ എന്ന് പറയുമ്പോ ഇതൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അച്ഛൻ ഈ സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ശിവന്റെ അമ്പലം, അവിടെയാണ് അച്ഛൻ സമാധി ആയിട്ടുള്ളത്. ഇത്രയും പ്രശ്നങ്ങൾക്ക്, അതായത് ഈ സമാധിയായ സ്ഥലത്ത് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം ഒരു മീഡിയ ചാനലും ചോദിക്കുന്നില്ല, ഒരു നിയമം ചോദിക്കുന്നില്ല. എന്താണ് ഈ സമാധാനപരമായിട്ട് ഈ പോയിട്ടുള്ള ഈ ശിവന്റെ അമ്പലത്തില് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ട് കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല. ചേട്ടാ അമ്പലത്തിന്റെ ചേട്ടാ ഈ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരാളല്ലേ ഇതിപ്പോ എന്റെ അച്ഛൻ. എന്റെ അച്ഛന്റെ സ്ഥലത്തല്ലേ എന്റെ അച്ഛന്റെ സമാധി ഇരിക്കുന്നത്. അപ്പോ ഈ കോവിലിൽ വന്ന് അതിക്രമിച്ച് കയറി വന്നത് അത് ഞങ്ങൾക്കറിയണം. കാര്യം ഇവിടെ വന്ന് ഞാൻ പറഞ്ഞുതരാം ചേട്ടാ. ഇല്ല വിശ്വംഭരൻ എന്ന ആളല്ല. ഇത്രയും ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ വന്ന് എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അതെനിക്കറിയണം. വേറെ ആരുമല്ല ചേട്ടാ. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നാഗരുടെ കാവുണ്ട്. നാഗരുടെ കാവ് നിങ്ങൾക്കെല്ലാം അറിയാം. നാഗരുടെ കാവ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്പലം. ഈ നാഗരുടെ കാവിനടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തുണ്ട്. ഈ മുസ്ലിം ഹിന്ദു ആണല്ലോ ചേട്ടാ. ഞാൻ പറഞ്ഞു തരാം. ചേട്ടാ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മീഡിയ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇല്ല ചേട്ടാ. ശരിയല്ലല്ലോ. ഇല്ല ഞാൻ സമ്മതിക്കില്ല. നിങ്ങളൊരു കാര്യം, ഒറ്റ കാര്യം, പ്രധാന പരാതിക്കാരനായ വിശ്വംഭരൻ മുസ്ലിമാണോ? നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ, തിരിച്ചു വയ്ക്കാണ്. അയാൾ മുസ്ലിമാണോ? അങ്ങനെ പറയരുത്. ഞാനിപ്പോ പറഞ്ഞുതരാം. നിങ്ങളുടെ ആശ്രമമാണ്. അപ്പൊ ഒരു സമാധാനത്തിൽ ഞങ്ങൾക്ക് ഇത് വീടായിട്ടാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മറ്റേ പഞ്ചായത്തിന്റെ നമ്പർ അടക്കം അടിച്ചു. അതുപോലെ താങ്കളുടെ അച്ഛനാണല്ലോ. ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ വെച്ചാൽ മതി. അല്ല, അപ്പൊ ക്ഷേത്രം അത് അല്ലേ? അങ്ങനെ പറഞ്ഞുതരാം. ഒരു ക്ഷേത്രം പണിയുമ്പോ വെറുതെ വെച്ചാൽ മതിയോ? അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഇത് ആശ്രമമാണെന്ന് നിങ്ങൾ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിങ്ങൾ സ്വകാര്യ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരൻ കൂടിയാണല്ലോ. കാര്യങ്ങൾ കുറച്ച് ഗൗരവമായി അറിയാവുന്ന ഒരാളാണ്. നിങ്ങളുടെ അച്ഛനാണ് സമാധിയായത്. എനിക്കിപ്പോ അറിയേണ്ടത് ഞാൻ ചോദിക്കട്ടെ. അപ്പൊ കോടതി എടുത്തു ചോദിച്ച കാര്യമുണ്ട്. ഇപ്പൊ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമായാലും അദ്ദേഹം ഒരു എന്തെങ്കിലും വസ്തുവിന്റെ കാര്യമായാലും ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമായാലും അതിൽ നിങ്ങൾക്ക് ഒരു അവകാശം വേണമെങ്കിൽ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് വേണം. അത് ഇപ്പൊ സമാധിയായാലും ദൈവമായാലും എന്തായാലും ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പൊ അദ്ദേഹം മരിച്ചോ ഉണ്ടോ എങ്ങനെ മരിച്ചെന്ന് ഉത്തരം പറയണം നിങ്ങൾ. എന്റെ അച്ഛൻ മരിച്ചതല്ല, എന്റെ അച്ഛൻ സമാധി ആയതാണ്. അപ്പൊ എന്നാലും മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ എന്നാണ് കോടതി ചോദിക്കുന്നത്. മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? സമാധി സർട്ടിഫിക്കറ്റ് എങ്കിലും ഉണ്ടാവുമല്ലോ. അല്ല, അതൊരു ചോദ്യമല്ലേ. ഇതിനുള്ളിലുള്ളത് അച്ഛനാണോ എന്ന് ഉറപ്പുവരുന്നത്. മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? നിങ്ങളുടെ ഈ ഭൂമിയുടെ സ്വത്ത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പോലും ഭരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? ചേട്ടാ, ഇത് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ പറയുകയാണ്. ഈ ഇപ്പൊ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തില്, ഈ സമാധിയായ എന്റെ അച്ഛന്റെ ഈ അമ്പലത്തില് എന്താണ് ഇത്രയും പ്രശ്നം വലുതായിട്ട് രൂക്ഷമാകാനായിട്ടുള്ള കാരണം? ഇത് ഞങ്ങൾ ചോദിച്ചിട്ട് മീഡിയക്കാർ ഒന്നും പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാനും എന്റെ അനുജനും അമ്മയും സംസാരിച്ചതൊന്നും മീഡിയ ലൈവ് ഇട്ടിട്ടില്ല. ഫുള്ളായിട്ട് സംസാരിച്ചുള്ള സത്യാവസ്ഥ ലൈവ് ഇട്ടിട്ടില്ല. അതിന് വിഷമമുണ്ട്. എല്ലാം കേട്ടു. മറുപടി പറയണം. താങ്കളുടെ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലേ? മരണ സർട്ടിഫിക്കറ്റ് ചേട്ടാ, എന്റെ അച്ഛൻ സമാധി ആയതാണെന്നാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. എന്റെ അച്ഛൻ മരിച്ചതല്ല. അപ്പൊ അവർ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലേ? ഇല്ല, വേണ്ട ചേട്ടാ. സർട്ടിഫിക്കറ്റ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അത് പിന്നെ കോടതി പറഞ്ഞത് നടപ്പാക്കാൻ അനുവദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഹിന്ദു സംഘടനകളുണ്ടല്ലോ. രാജ്യത്തെ നിയമം ഞാൻ ചോദിച്ചിട്ട് നോക്കിയിട്ട് ഞാൻ പറയാം. ഇപ്പൊ അറിയാത്ത കാര്യങ്ങൾ അപ്പൊ കോടതി വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും കോടതിയിലോട്ട് പോയതല്ലേ? ഇവിടുത്തെ കോടതി വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, കോടതിയുടെ ഉത്തരവിനെ അംഗീകരിക്കുന്നുണ്ട്. കോടതിയുടെ ഉത്തരവിനെ അംഗീകരിക്കുന്നുണ്ടോ? കോടതിയുടെ ഉത്തരവിനെ അംഗീകരിക്കുന്നു. കോടതി ഇപ്പൊ ഒരു ഉത്തരവെടുക്കുകയാണ്. ആ കോടതിയുടെ ഉത്തരവിനെ, കേരള ഹൈക്കോടതി എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ഉത്തരവിനെ അംഗീകരിക്കുമോ ഇല്ലയോ സനന്ദൻ? ലളിതമാണ് ചോദ്യം. എസ് ഓർ നോ? ഞാനിനി ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ഇവിടെ ഫസ്റ്റില് RD വന്നായിരുന്നു.
ആ കാര്യങ്ങൾ കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞല്ലോ. ഞാൻ അതിലെ ചോദിച്ചത് ചർച്ച നിങ്ങൾ നടന്നല്ലോ. നിയമ അന്ന് അത് പോരാട്ടം തുടങ്ങി. നടന്നില്ലല്ലോ. നിങ്ങൾ തന്നെ കോടതിയിൽ നിയമ പോയല്ലോ. പോരാട്ടം തുടങ്ങി. ജില്ലാ ഭരണകൂടത്തിലെ വിശ്വാസമില്ലാത്തത് കൊണ്ട് ആ നിങ്ങൾ കാര്യം കേരള കഴിഞ്ഞല്ലോ. ഹൈക്കോടതി എന്ന നീതിപീഠത്തെ ആദ്യം വന്നു ആ നീതിപീഠം പറയുന്ന വാക്കുകളെ നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലയോ? ആദ്യം വന്നു അത് നടക്കാതെ പോയി, നിങ്ങളുമായി ചർച്ച നടത്തി. അതൊക്കെ അതല്ല, പഴയ ആ കാര്യങ്ങളല്ലേ, നീതിപീഠത്തിനെ നിങ്ങൾ കഴിഞ്ഞു വിശ്വാസത്തിൽ പോയല്ലോ. എടുക്കില്ലേ? ഞാൻ ഇപ്പൊ പറഞ്ഞു കോടതിയുടെ കാര്യമാണ് പറയുക. ഞാൻ പറഞ്ഞില്ല, ഹിന്ദു സംഘടനകളോടത്ത് അവർ പറയുന്നത് പോലെ അവർ പൊളിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പൊളിക്കാൻ സമ്മതിക്കും? ആലോചിച്ച് നോക്കട്ടെ. അല്ല, അതിനെ കുറിച്ച് ഇല്ല, അവരുമായിട്ട് കോടതിക്ക് മുകളിലാണ് സംഘടന. ആലോചിച്ചിട്ട്